ഒളിഞ്ഞിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഈ കഥാപാത്രമാണ് ഇനി പുറത്ത് വരേണ്ടത്. ഈ കഥാപാത്രമാണ് യഥാർത്ഥത്തിൽ ഈ സർക്കിളുമായിട്ടുള്ള ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർ പറഞ്ഞ പോലെ ആത്മഹത്യ എന്ന് വിചാരിച്ചു. അവിടെ വെച്ച് നിങ്ങളെ സംശയം ക്ലിയർ ചെയ്ത് വിടുക, ഇതാണ് നിങ്ങളുടെ സംഭവം, അല്ലെങ്കിൽ അത് കണ്ടില്ലെങ്കിൽ അടുത്ത ക്യാമറ. അപ്പൊ ആ കഥ അറിയാലോ. അപ്പൊ മരണങ്ങൾ ഇനിയും ഉണ്ട്. പക്ഷെ ഇവർക്ക് പറ്റിയ അബദ്ധം, ഏറ്റവും വലിയ മണ്ടത്തരം ഇതാണ്. കാരണം ഇട്ടപ്പം മാറിപ്പോയി. അല്ലെങ്കിൽ ഇവർ അഡ്ജസ്റ്റ് ചെയ്തിടണ്ടേ, ബോഡി കൊണ്ട് ഇടുമ്പോഴത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടെങ്കിൽ പറ്റില്ല. അപ്പോഴീ ട്രെയിൻ ഇതേ ഉള്ളൂ, പിന്നെ ട്രെയിൻ ഇല്ല. നിന്നെ എന്റെ പിള്ളേരെ ഞങ്ങൾ ഇറക്കിയിട്ട് നിന്നെ കാല് വെട്ടിയിട്ട് നിന്നെ കാണത്തില്ല, നിന്റെ ജീവൻ കാണത്തില്ല. പക്ഷെ അന്നൊന്നും നമ്മളതൊരു കാര്യമായിട്ട് എടുത്തില്ല. നമസ്കാരം. പ്രസന്നകുമാരി എന്ന അമ്മ, ഏകദേശം 60 വയസ്സിനും മുകളിൽ പ്രായമുള്ള ഒരു അമ്മ, 2022 ഏകദേശം 22 മാസം മുന്നേ അന്തരിച്ചിട്ടുണ്ടായിരുന്നു. ട്രെയിൻ തട്ടി മരിച്ചു എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. എന്നാൽ അത് അങ്ങനെയല്ല എന്നാണ് അവരുടെ മക്കൾ പറയുന്നത്. 2 മക്കളും തറപ്പിച്ചു പറയുന്നു അങ്ങനെ ഒരിക്കലും മരിക്കാൻ സാധ്യതയില്ല എന്ന്. 2 വർഷങ്ങൾക്കിപ്പുറം അവരുടെ ആവശ്യം റീപോസ്റ്റ്മോർട്ടം നടക്കുകയാണ്. ഇതൊരു കൊലപാതകമാണോ അല്ലയോ എന്നുള്ള അവരുടെ അഭിപ്രായം നമുക്ക് ചോദിച്ചറിയാം. എന്നാണ് മരിച്ചത്? 2022 ഓഗസ്റ്റ് 28 അമ്മ മിസ്സാവുന്നത്. വൈകുന്നേരം മിസ്സായി. ബോഡി കിട്ടുന്നത് രാവിലെ 2022 ഓഗസ്റ്റ് 31 രാവിലെ ബോഡി കിട്ടിയിട്ട് ഇവർ ബോഡി അവിടെ നിന്ന് എടുത്ത് നമ്മളപ്പം പോലീസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടുത്തെ 3 ദിവസങ്ങൾക്ക് ശേഷം അല്ല, പിറ്റേന്ന് രാവിലെ തന്നെ കിട്ടി. അപ്പം ഈ നൈറ്റില് നമ്മൾ 8:45 പരാതി കൊടുത്തു. 7 മണിക്ക് ഇത് മിസ്സായി. അമ്മയുടെ ഫോൺ ഓഫ് ആയപ്പോൾ നമുക്ക് ഡൗട്ട് അടി, ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കണമുണ്ട്. അപ്പോഴും നമ്മൾ സ്റ്റേഷനിൽ കോൺടാക്ട് ചെയ്യുന്ന മുമ്പ് ഒന്ന് അന്വേഷിച്ചു. 2 ബന്ധുക്കളെല്ലാം കൂട്ടി ഈ പറഞ്ഞ സ്ഥലത്ത്, ഈ ബോഡി ഉള്ള സ്ഥലത്ത് നമ്മൾ പോയി. ഈ ട്രെയിൻ തട്ടിയെന്നാവാനല്ല, നമ്മൾ ആ റോഡ് കവർ ചെയ്ത കൂട്ടത്തില് ട്രെയിൻ പാളത്തിന്റെ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്, എന്തെങ്കിലും സംഭവിച്ചെന്ന്. അവിടെ എങ്ങുമില്ല ഈ ബോഡി. ഏകദേശം 8:45 വരെ നടത്തിയിട്ട് ഒരു രക്ഷയില്ല. അപ്പൊ നമുക്ക് റൂട്ട് മനസ്സിലായി, അമ്മ വന്നതല്ല, പ്രശ്നങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ എന്തോ സംഭവിച്ചു, കിഡ്നാപ്പിംഗ് എന്തോ നടന്നു കഴിഞ്ഞു എന്ന് അറിഞ്ഞിട്ട് സ്റ്റേഷനിൽ ചെയ്യാനുള്ള ആവശ്യം എന്താണ്? ഒരു 60 വയസ്സായുള്ള ഒരു സ്ത്രീനെ 60 വയസ്സെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഭയങ്കര സ്ട്രോങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100 പേര് വന്നാലും പറയേണ്ട കാര്യങ്ങൾ മുഖത്ത് നോക്കി തന്നെ പറയും. പേടി എന്ന് പറയുന്ന സാധനമില്ല. കാരണം വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിവിടെ ഭീഷണി ഒരുപാടുണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവരുടെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന അമ്മയാണ് ഒറ്റയ്ക്ക്. അപ്പൊ ബന്ധുക്കളെയോ നാട്ടുകാരുടെ ഒരു സപ്പോർട്ടും ഇല്ല. ഇതാണ് നമ്മൾ 2 പേര്. ബന്ധുക്കളും നാട്ടുകാരും ആരെ സപ്പോർട്ട്? കാരണം വെച്ചാൽ ഈ പറയുന്ന ഞാൻ ഇന്നലെ ഓപ്പണായിട്ട് പറഞ്ഞ ആ വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നാട്ടിലൊരു വൻ പ്രമാണിയാണ്. അദ്ദേഹത്തിനെ ചുറ്റി ചെയ്തുകൊണ്ടാണ് ആൾക്കാർ ഉൾപ്പെടെ പലരും നിൽക്കുന്നത്. കാരണം വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ചെയ്തു കൊടുക്കും. കാരണം വെച്ചാൽ ആ ഒരു പവർ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ പേടിച്ചാണ്. ഞാൻ ഇന്ന് രാത്രി ഞാൻ എറണാകുളത്താണ്. ആ ടൈമിൽ അമ്മയ്ക്ക് സംഭവിക്കും. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചപ്പോൾ അമ്മേനെ വിളിക്കുമ്പോൾ എന്നും ഡോറ് ഒറ്റയ്ക്കാണ് കിടക്കുന്നത്. ഈ വീടായിരുന്നു. അപ്പൊ ഇപ്പം നമ്മളിവിടെ ഇല്ല, 2 വീടുണ്ട്. അപ്പൊ ഒന്ന് അപ്പുറത്ത് അച്ഛനാണ്. അപ്പം ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ട് കിടക്കണം. ഇത് ഇതുമായിട്ട് ബന്ധമല്ല എന്നും പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ഇത് അവിടെ സംഭവിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷനായി. ഇതെന്താണ് സംഭവിക്കുക? ഇവിടെ ആണെങ്കിൽ സംഭവിച്ചെങ്കിൽ നമുക്ക് ഇവരെ പേര് പറയാം, നമുക്കറിയില്ല. അപ്പൊ ഇങ്ങനെ ഇവരെ ഇഷ്യൂ നടക്കും. എന്റെ സഹോദരിയുടെ ഇഷ്യൂ സഹോദരിയുടെ ഹസ്ബൻഡിന്റെ ആൾക്കാർ സ്വത്തിന് വേണ്ടി അവർക്ക് ഒരു 10 ലക്ഷം അവരുടെ അച്ഛന്റെ എന്ന് വെച്ചാൽ അളിയന്റെ അച്ഛന്റെ സ്വത്ത് ഈ അളിയന്റെ സഹോദരിക്ക് മാത്രം വേണമെന്ന്. അപ്പൊ അളിയനും കൂടെ ഉൾപ്പെട്ട ഒരു പ്രോപ്പർട്ടി വേണമെന്ന് പറഞ്ഞ് ഇവര് പ്രശ്നമായി. ഇവര് കൊണ്ട് കേസ് കൊടുത്തു സർക്കിളിന്റെ കൂടെ, ചെറിയങ്കീഴ് സർക്കിൾ. അപ്പൊ ചെറിയങ്കീഴ് സർക്കിൾ ഇവരെ വിളിപ്പിച്ചു. അന്ന് അളിയൻ ഗൾഫിലാണ്. വിളിപ്പിച്ചിട്ട് അവരെ സൈഡ് മാത്രം പറഞ്ഞുകൊണ്ട് സംസാരിച്ചു. അപ്പൊ ഇവര് ചോദിച്ചു, എന്തുകൊണ്ടാണ് സാറേ നമ്മുടെ സൈഡ് പറയാത്ത അവരെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതൊന്നും നീ അറിയേണ്ടെന്ന് പറഞ്ഞാൽ അവിടെ വഴക്കായി. എന്റെ ഹസ്ബൻഡിനെ ഇങ്ങനെ വരുത്താൻ പറഞ്ഞു. ഞാൻ വിളിക്കാന്ന് പറഞ്ഞ് വിളിച്ചു. 15 ദിവസം വിളിച്ച് വരുത്തി. ഗൾഫിൽ നിന്ന് വന്നു. ഇവര് വരുത്തി. സർക്കിൾ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നിട്ടും ഇയാള് അദ്ദേഹത്തെ അവർക്ക് വേണ്ടി വാദിച്ചു. നമുക്കറിയില്ല ഇവരും തമ്മിലുള്ള ഈ സർക്കിൾ ഇവരുമായിട്ടുള്ള കണക്ഷൻ നമുക്കറിയില്ല. അപ്പൊ ഇവരിങ്ങനെ പറഞ്ഞ ഇവര് തക്ക ഭയങ്കര പ്രശ്നമായി. അവര് സർക്കിളുമായിട്ട് പ്രശ്നമായിട്ട് ഇത് ചിലങ്കിൽ പോയി സ്റ്റേഷനിൽ വെച്ചാണ്. എന്നിട്ട് ഇവർ ആറ്റിങ്ങൽ സിവിൽ കോർട്ടിൽ പോയി. ഒരു വക്കീൽ പോകുന്നത്. വക്കീലാണ് പറഞ്ഞത് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവള് എന്റെ സഹോദരിയാണ് അമ്മാവന്റെ സ്വത്ത് അറ്റാച്ച് ചെയ്തത്. അപ്പൊ ഇവർ പിറ്റന്നങ്ങട്ട ചെന്നു വിഡ്രോ ചെയ്യാനായിട്ട് ക്യാഷ്. അപ്പം ഫ്രീസായി. ഇതിലവര് വെകളി പൈസയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ പൈസ എന്തോ ആവശ്യത്തിന് വിഡ്രോ ചെയ്യുന്നപ്പം വിഡ്രോ വരുന്നില്ല, അത് ഫ്രീസാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ദേഷ്യം കയറി. പിന്നെ സംഭവിച്ചത് ഈ പറയുന്ന ആരെ സ്വത്താണോ ഈ ഫ്രീസ് ചെയ്ത് വെച്ച അദ്ദേഹം മരിക്കുകയാണ്.
ഇതെല്ലാം നടക്കുന്ന 1 മാസത്തിനുള്ളിലാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ രസം. അവർക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. കഞ്ചാവിന്റെ ഒരു ഏരിയയാണ് ഈ പറഞ്ഞ ബോഡി കിടക്കുന്ന സ്ഥലം. കഞ്ചാവാണ് കംപ്ലീറ്റ്. നമ്മുടെ അമ്മയുടെ ബോഡി കിടന്ന സ്ഥലം കാണണമെന്ന് ഞാൻ പോലീസിന്റെ ഒരാഴ്ച കഴിഞ്ഞ് കാണിച്ചപ്പോഴത്തേക്ക് മദ്യക്കുപ്പികളാണ് കംപ്ലീറ്റ്. ബിയർ പല പല ബ്രാൻഡിന്റെ കുപ്പികളാണ്. ഞാൻ അപ്പോൾ തന്നെ പോലീസിന് ചോദിച്ചു, ഇത്രയും ബിയറും ഇതും കുടിക്കുന്ന ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട് വൈകുന്നേരം, ഈ ബോഡി കണ്ടില്ലേ എന്ന് ചോദിച്ചു. ഇത്രയും കുപ്പികൾ കിടക്കുമ്പോൾ എന്തായാലും അവിടെ റെഗുലറായിട്ട് ആൾക്കാർ വന്ന് ഇരിപ്പുണ്ട്. എന്നുവെച്ചാൽ അവിടെ കുഴിയുണ്ട്. അവിടെയൊക്കെ പകലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കൊലപാതകം ചെയ്ത് കഴിഞ്ഞാൽ അറിയില്ല. അത്ര ഒരു കാടാണ്. ആ കാട് ഇറങ്ങി വരുന്ന ഇന്ന് വഴി വെട്ടിത്തെളിച്ചു വരും കൃത്യമായിട്ട്. അന്ന് വഴിയില്ല. നമ്മൾ തന്നെ അന്ന് ഇറങ്ങിയത് 2 പേരെ കൈ കോർത്ത് പിടിച്ചാണ് ഇറങ്ങുന്നത്. ഇത്രയും ബുദ്ധിമുട്ടി അമ്മ ഇവിടെ ഇറങ്ങേണ്ട കാര്യം എന്തുവാ? അത് ഇറങ്ങേണ്ട കാര്യമല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഗേറ്റ് ഓപ്പൺ ആണ്. അമ്മ പറയുമ്പോ 6:47 അവിടെ ഇറങ്ങുമ്പോഴത്തേക്ക് ചിറയൻകീഴ് ഗേറ്റ് വഴി പോകാൻ പറ്റുള്ളൂ. ആ ഒറ്റ വഴിയേ ഉള്ളൂ ഇവരെ വീട്ടിൽ പോകാനായിട്ട്. അപ്പൊ ഗേറ്റ് കൂടെ അമ്മ സ്ഥിരം ഇത്രയും വർഷം കൊണ്ട് പോകുന്ന ഏരിയയാണ്. കുറച്ച് ദിവസം മാത്രമേ അമ്മ പോകാറുള്ളൂ. ഇവിടുത്തെ ഈ പ്രശ്നം കിടക്കുന്നത് ഇവിടെ വണ്ടിയുണ്ട്. എന്റെ വണ്ടി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് മാറരുത്, വിളക്ക് കത്തിക്കണം. കാരണം മാറിക്കഴിഞ്ഞാൽ അമ്മ പറയും ഇവർ വന്ന് കത്തിക്കും. ഇവിടെ ഉള്ളവർ വന്ന് കാറ് കത്തിക്കണോണ്ട് ഞാൻ എങ്ങും മാറൂല എന്ന് പറഞ്ഞാണ്. അത്ര നമുക്ക് ഇവിടെ നിന്ന് ഒരു എതിർപ്പുള്ള ടൈമിൽ ഇരിക്കുക. പക്ഷെ ഇവിടെയിട്ടാണ് നമ്മൾ എന്തെങ്കിലും മരണം സംഭവിച്ചാൽ നമുക്ക് ഇവർ പറയാം ഇതിപ്പോ ഇങ്ങനെ സംഭവം നടക്കണം. അങ്ങനെ ആ 6:47 ഇറങ്ങിയ അമ്മ 6:48 സഹോദരി സംസാരിക്കുന്നത്. 6:49 അത് ഡിസ്കണക്ട് ആവുന്നുണ്ട്. 70 60 50 കറക്റ്റ് എടുത്തിട്ടുണ്ട് കോൾ. 6:47 കൊല്ലം പാസഞ്ചർ പോകുന്നു. ഈ അമ്മ ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് 20 മിനിറ്റ് പോയി. അവര് റെക്കോർഡിലുണ്ട്. അപ്പൊ 6:47 6:46 അതിനുശേഷം അല്ല വേറെ ട്രെയിൻ ഇടാൻ പറ്റില്ല. കാരണം ഇവര് 2 ട്രാക്കാണ്, ഡബിൾ ട്രാക്കാണ്. കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം പോകുന്ന ട്രെയിൻ തട്ടാനേ ചാൻസ് ഉള്ളൂ. അങ്ങനെയാണ് ബോഡി കൊണ്ട് ഇട്ടേക്കുന്നത്. അപ്പുറത്തെ ട്രാക്കിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് ഉരുണ്ട് പറന്ന് ഇവിടെ വരൂലല്ലോ. അപ്പൊ അപ്പുറത്തെ ട്രാക്കില്ല, തല ഇങ്ങോട്ട് തിരിഞ്ഞാണ് കിടക്കുന്നത്. പക്ഷെ ഇവർക്ക് പറ്റിയ അബദ്ധം, ഏറ്റവും വലിയ മണ്ടത്തരം ഇതാണ്. കാരണം ഇട്ടപ്പം മാറിപ്പോയി. അല്ലെങ്കിൽ ഇവർ അഡ്ജസ്റ്റ് ചെയ്തിടണ്ടേ, ബോഡി കൊണ്ട് ഇടുമ്പോഴത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടെങ്കിൽ പറ്റില്ല. അപ്പോഴീ ട്രെയിൻ ഇതേ ഉള്ളൂ. പിന്നെ ട്രെയിൻ ഇല്ല. 6:45 പിന്നെ ട്രെയിൻ ഇല്ല. പിന്നെ വന്ന റെക്കോർഡ് പരിശോധിക്കാം. വേണമെങ്കിൽ 8:30 കണ്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഈ 8:30 വരെ അമ്മ 7 മണിക്ക് ഫോൺ ഓഫ് ആയി. എവിടെ പോയി? അതുകൊണ്ട് ഇവര് തന്നെ ആ സ്വന്തമായിട്ട് പോയി. പിന്നെ അതേപോലെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഈ ഡോക്ടർ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരൊരു സൂപ്രണ്ട് വഴി വളരെ മോശമായിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. സംശയങ്ങളൊക്കെ പറഞ്ഞില്ലായിരുന്നു? അവരോട് പറഞ്ഞായിരുന്നു. അപ്പൊ അവരോട് നിന്റെ കൂടെ ഞാൻ റിപ്പോർട്ട് തരാം, ഞാൻ നിന്റെ വീട്ടിലെ ആ വേലക്കാരിയല്ല, ഞാൻ ഈ ഡോക്ടർ അവരോട് പറഞ്ഞ് എന്നെ അറിയിച്ചേക്കും. അപ്പൊ തന്നെ അവർ ക്യാരക്ടർ പിടി. അതുകൊണ്ടാണ് ഈ ബോഡി ഇങ്ങനെ വെച്ചിരുന്നത്. അവര് ചെയ്ത പോസ്റ്റ്മോർട്ടം എങ്ങനെയായിരിക്കും? ഒരു ലേഡിയാണ്, അവരും ഒരു ലേഡിയാണ്. നമ്മൾ മക്കൾക്ക് സംശയമുണ്ട്, ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്നു, ചെന്ന് ചോദിച്ചപ്പം റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? വളരെ മോശമായിട്ട് രീതി. അതുകൊണ്ടും കൂടെ ഓരോ കാര്യങ്ങൾ വെച്ചാണ് ഈ ബോഡി ഇങ്ങനെ വെച്ചിരുന്നത്. ബോഡി എങ്ങനെ നിങ്ങൾ ദഹിപ്പിച്ചില്ല. സ്ട്രോങ് ആയിട്ട് ബോഡി കണ്ടില്ലേ ഇന്നലെ അതേപോലെ ഇരിക്കും. കാരണം വെച്ചാൽ ആ പെട്ടിക്ക് ഒരു കേട് സംഭവിച്ചിട്ടില്ല. നമ്മള് മുന്നേ കണ്ടുകൊണ്ടാണ് ചെയ്തത്. ഇനിയും അങ്ങോട്ടുള്ള കാര്യങ്ങളും ഇപ്പോഴേ കണ്ടിട്ടുണ്ട്, നമ്മൾ അന്ന് കണ്ടിട്ടുണ്ട്. അതനുസരിച്ചാണ് ഈ കാര്യങ്ങൾ. എന്നിട്ട് നമ്മളെ കാൽക്കുലേഷൻ ഏകദേശം ക്ലിയർ ആയി വരുന്നതാണ് ഈ കാണാൻ കഴിയുന്നത്. ഏകദേശം ഇപ്പൊ ഒരു 2 വർഷത്തോളം ഇതിന്റെ പിന്നിൽ പോയ കാര്യങ്ങൾ പറയണ്ട. അത്ര റിസ്ക് ആണ്. നമ്മള് DGP ഓഫീസിൽ തന്നെ 1 മാസം പോയി. അവിടുത്തെ ഫുഡിന്റെ കാണിച്ച് രാവിലെ പോയിട്ട് വൈകുന്നേരമാണ്. ചിലപ്പോൾ DGP ആള് കാണില്ല, അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ഉണ്ടാവും, PA ഉണ്ടാവും. അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പൊ അവര് പറയും പരാതി തന്നിട്ട് പോകാൻ പറയും. നമ്മൾ കൊടുത്തു. ഞാൻ പറയല്ല, എനിക്ക് ഡയറക്റ്റ് കാണണം. അപ്പൊ അവിടെ വെയിറ്റ് ചെയ്തിരുന്ന് എത്രയോ തവണ 10-15ഓളം പരാതി DGP കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു 3-4 പരാതി പോയിട്ടുണ്ട്. ഓപ്പോസിഷൻ ലീഡർ മറ്റേ VD സതീശൻ സാറിന്റെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കമ്മീഷണർ, DGP, DYSP, റൂറൽ SP, ഇങ്ങനെ ആറ്റിങ്ങ DSP, ഇങ്ങനെ ഒരു കംപ്ലീറ്റ് നമ്മളിത് കൊടുത്തിട്ടുണ്ട്. ലേഡീസ് എല്ലാം കൂടെ, അമ്മ ഇവിടുത്തെ അയൽക്കൂട്ടത്തിന്റെ ഒരു അംഗമാണ്. അപ്പൊ എല്ലാം കൂടെ സംഘടിപ്പിച്ച് 3 പേർ ഒപ്പ് വാങ്ങിയിട്ട് വനിതാ കമ്മീഷനും കൊടുത്തിട്ടുണ്ട്. അതെ അതെ, ഇങ്ങനെ ഒരാൾ മരിക്കില്ല. ഇവർ പറയുന്നത്, പോലീസ് പറയുന്നത് ആത്മഹത്യയാണ്. പോലീസ് പറഞ്ഞ അവർ ചാടി. സർക്കിൾ പറയുന്നത് ഏതോ ഒരു ഫോക്കസ് TV എന്ന് പറയുന്ന ഓൺലൈൻ ചാനൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ ആ സ്പോട്ടിൽ തന്നെ അവരുടെ ഫോണിൽ നിന്ന് ഇദ്ദേഹത്തിനെ വിളിച്ചു, സർക്കിളിനെ വിളിച്ചാൽ പറഞ്ഞ് ചാടിയാണ്. പിന്നെ അതേപോലെ ഒരു ബിജു കൊപ്പം എന്ന് പറഞ്ഞൊരു ഓൺലൈൻ ചാനലിൽ നൈറ്റ് വന്നിട്ട് വിളിച്ചാൽ പറഞ്ഞു അവർ രാവിലെയാണ് ആത്മഹത്യ ചെയ്ത്. 2 പേര് നോക്കി നിൽക്കുകയാണ് ആത്മഹത്യ ചെയ്ത്. അവർ പറഞ്ഞ് ചാടല്ലേ എന്ന് പറഞ്ഞിട്ടും അവർ ചാടി. റെക്കോർഡറാണിത്. അദ്ദേഹത്തിനെ പിടിച്ചത് ആ ഫോൺ നമ്പറിൽ നിന്നാണ് ഇദ്ദേഹം വിളിച്ചിട്ടുള്ളത്. സർക്കിളിന്റെ ആ ഒഫീഷ്യൽ നമ്പറിലേക്ക് ആയിരിക്കും വിളിച്ചിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം മാറ്റിയിട്ട് കൊല്ലം പാസഞ്ചറായി പിറ്റന്നാക്കി. അതേപോലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം കവർ ചെയ്യുന്ന പോസ്റ്റ്മോർട്ടം എടുത്തൊക്കെ ഒരു ഫേക്ക് ആയിട്ടുള്ള പോസ്റ്റ്മോർട്ടം, അപൂർണം, അതിലൊന്നുമില്ല, ടൈമില്ല, ഒന്നുമില്ല. എന്ത് മരണ കാരണം കാണിക്കുന്നുണ്ട്, അത് എന്തുകൊണ്ടെന്ന് കാണിക്കുന്നില്ല.
മരണം കാണുന്ന ചെസ്റ്റിനേറ്റ ഇഞ്ചുറി ഹെഡിനേറ്റ ഇഞ്ചുറി എന്നാണ്. ട്രെയിൻ തട്ടിയതാണ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് വെച്ചാൽ ട്രാക്കിൽ കിടന്നുകൊണ്ട് ആവാം. എന്നാ പിന്നെ ആവണമെന്ന് പറയണ്ടേ അവര്. ട്രെയിനിന്റെ ആ ഫ്രണ്ടിലത്തെ ഭാഗങ്ങളെല്ലാം റിപ്പോർട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, കോർട്ടിൽ സബ്മിറ്റ് ചെയ്തിട്ടില്ല, അവർ വെരിഫൈ ചെയ്തത്. അപ്പൊ അപൂർണമായിട്ടുള്ള റിപ്പോർട്ട് ടൈം ഞങ്ങൾ ചോദിച്ചതിനാണ് ഇവർ ഈ പ്രശ്നം ഉണ്ടാക്കിയത്. നമുക്കറിയാൻ ആക്കുന്നുണ്ട് ഏത് സമയം, നമുക്ക് സമയം കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പിടിക്കാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ഫുഡ് ദഹിച്ചിട്ടില്ല. അമ്മ ഇവിടെ 4:21 ഞാൻ വിളിക്കുമ്പോഴത്തേക്ക് കഴിച്ചുകൊണ്ടിരിക്കുക. ആ ഫുഡ് ദഹിച്ചില്ല മീൻസ് എപ്പോഴും ഒരു 5-6 മണിക്കൂറിനുള്ളിൽ എന്ന് വെച്ചാൽ ഫുഡ് കഴിച്ച ഒരു 6 മണിക്കൂറിനുള്ളിൽ മരണം സംഭവിച്ചു എന്ന് വേണം അനുമാനിക്കുക. രാവിലെ അല്ല, അത് രാവിലെയാണോ വൈകുന്നേരം എന്ന് അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ അങ്ങനെ ചോദിച്ചത്. അപ്പോഴാണ് ഇവർ ദേഷ്യപ്പെട്ടത്. അത് പോലീസിനോട് പറയാം, അതിൽ എഴുതിയിട്ടുണ്ട്, എല്ലാ റിപ്പോർട്ടിലും അത് എഴുതിയിട്ടുണ്ട്. ഇവർ പറയുന്നത് എപ്പോഴാണ് ഫ്രീസറിൽ കയറ്റിയത് അതിൽ നിന്ന് 18 മണിക്കൂർ മൈനസ് ചെയ്യണമെന്നാണ് പറയുന്നത്. എപ്പോഴും ബോഡി ഫ്രീസറിൽ ബോഡി കയറ്റിയിട്ടില്ല. കാണിച്ച ചെറിയ ഈ ഒരു ബോഡി തരാതെ വെച്ചിരുന്നു. ഞങ്ങളന്ന് മണ്ടത്തരം കാണിച്ച ബോഡി നമ്മൾ റിസീവ് ചെയ്തിരുന്നാൽ മതിയായിരുന്നു. ബോഡി തരാതെ പിടിച്ചു വെച്ചിരുന്നു. ഈ സർക്കിള് വൈകുന്നേരം 6 മണി വരെ പിടിച്ചു വെച്ചിരുന്നു. അതിന്റെ ലാസ്റ്റ് സ്മെല്ലായി. നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല, ഫ്രീസറിലും വെച്ചിട്ടില്ല. സ്മെല്ലായപ്പോഴും ഞങ്ങൾ രമണി പി നാരായണൻ DCC പ്രസിഡന്റ് ഇവിടെ നമ്മൾ അടുത്താണ്, അവരുടെ മുഖാന്തരം വേറെ ആരോ കണക്ട് ചെയ്തിട്ടാണ് ബോഡി റിലീസ് ചെയ്തത്. അപ്പൊ അന്ന് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ അന്നത്തെ റൂൾ അനുസരിച്ച് നൈറ്റ് ചെയ്യില്ല പോസ്റ്റ്മോർട്ടം. ഇത് നമുക്കറിയാം, ഇവരുടെ ഐഡിയ ആണ് നമുക്ക് അറിഞ്ഞു വരുന്നത്. വൈകിപ്പിക്കുക, 5 മണി വരെ വൈകിപ്പിക്കുക. ആദ്യം പറഞ്ഞ് ഈ ചെറിയ ചെയ്താൽ മതി, ഇവർ ആത്മഹത്യ ചെയ്തതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ അറിയാം ആത്മഹത്യ ചെയ്യാൻ? നിങ്ങൾക്ക് ഇത്ര അത് തെളിവുണ്ട്, നമ്മൾ ഇൻക്വസ്റ്റ് മാസത്തായ ആത്മഹത്യ ചെയ്യാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഒരു സാധ്യതയില്ല. അവര് ഇനി അവരുടെ പറയാണ് ഇവിടെ ഈ ലോകത്തുള്ള എല്ലാവരും മരിച്ചു, ഇനി നിങ്ങൾ എന്തിനു ജീവിക്കും, നിങ്ങൾ ആത്മഹത്യ ചെയ്യൂല. കാരണം അമ്മയ്ക്ക് ആത്മഹത്യ ചെയ്യുന്ന പേടിയാണ്. രണ്ടാമത് ഒറ്റയ്ക്ക് ഈ വീട്ടിലെ താമസിക്കുന്ന 28 തൊടി വെള്ളം ഉണ്ട്. അത് ഈ വെള്ളം നിറഞ്ഞിങ്ങ് കവിഞ്ഞു വരും മഴയത്ത്. ആ സമയത്ത് മഴയുള്ള സമയം, അമ്മ പോകുന്ന സമയം കുടയും പിടിച്ചാ പോകുന്നത്. അപ്പൊ ഈ പോകുന്ന കുറെ സാധനങ്ങൾ ഇവിടത്തെ കടയിൽ നിന്നാണ് വാങ്ങിയിട്ട് പോയത്. പാല്, ചെപ്പിട്ട് ഇവരിങ്ങനെ വാങ്ങുന്നത് ഈ 50 ഗ്രാം കപ്പലണ്ടി, 100 ഗ്രാം കടല, ഇങ്ങനെ കുറെ ഐറ്റംസ് വാങ്ങി പിള്ളേർക്ക് കൊടുക്കും. അത് എത്ര വലിയ പിള്ളേരാണെന്നാലും അമ്മ കൊണ്ടുതരും. ഇപ്പൊ ഞാൻ വന്നു കഴിഞ്ഞാലും കടല, കപ്പലണ്ടി അങ്ങനെ ഒരു മെന്റാലിറ്റി ഉള്ള ഒരാളാണ്. അപ്പൊ ഒരിക്കലും ചിന്തിക്കില്ല ഇത്രയും പ്രായ മോനെ ഞാൻ ഇതിന് കൊടുക്കും, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ തരുന്ന ഒരു പ്രത്യേക സ്നേഹമുള്ള ആളാണ്. അപ്പൊ ഇതെല്ലാം ഇവരെ കൂട്ടത്തിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചു വെച്ചേക്കുക. ഈ ഇവരെടുത്ത ഫോട്ടോ, ഇവരെടുത്തെന്ന് പറയുന്ന ഫോട്ടോ ഇവർ ഏത് ഫോട്ടോഗ്രാഫറെ കൊണ്ടും എടുത്ത റെയിൽവേ അറിയിക്കാതെയാണ് അവിടെ നിന്ന് മാറ്റിയേക്കുന്നത്. റെയിൽവേ ഇതൊന്നും അറിഞ്ഞില്ല, അതാണ് ഏറ്റവും വലിയ വിറ്റ്. റെയിൽവേ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, ട്രെയിൻ തട്ടിയ പൈലറ്റ് അറിഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. റെയിൽവേ ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞില്ല. പിന്നീട് അവർ ക്രിയേറ്റ് ചെയ്ത് കടയ്ക്കാവൂർ, അവിടെ നിന്ന് ഏകദേശം 10-15 കിലോമീറ്റർ ദൂരമുള്ള കടയ്ക്കാവൂരിലെ സ്റ്റേഷൻ മാസ്റ്റർ കണ്ടെന്ന് അമ്മ ഇവിടെ കിടക്കുന്ന പോലെ. അതെങ്ങനെ അദ്ദേഹത്തിന് കാണാൻ പറ്റും? ആദ്യം ഇവർ ക്രിയേറ്റ് ചെയ്ത് 2 പേര് നടന്നത് കടയ്ക്കാവൂര് സ്റ്റേഷൻ മാസ്റ്റർ അറിഞ്ഞത്. അതെങ്ങനെ സംഭവിക്കും? ആരോ പറഞ്ഞ് ഇവിടെ വിളിച്ച് പറഞ്ഞാണ്. അങ്ങനെയല്ല സംഭവം. 2 പേര് അവർ ഈ രാവിലെ അതിന്റെ അവരുടെ അഡ്രസ്സ് കൊണ്ടുപോയി, അവരുടെ അഡ്രസ്സ് അവർ ഈ ഇൻക്വസ്റ്റിൽ കള്ള അഡ്രസ്സാണ് വെച്ചേക്കുന്നത്. അവരാണ് ഞങ്ങളെ കൂടെ വന്നത്. അവരിട്ട് പറഞ്ഞ് ഞങ്ങളാണ് ഈ ബോഡി കണ്ട, ഞങ്ങൾ ഇങ്ങനെ ബോഡി എടുത്ത് ജീവിക്കുന്നവരാണ്. ഏതെങ്കിലും ബോഡി കണ്ടു കഴിഞ്ഞാൽ സ്റ്റേഷനിൽ അറിയിക്കും, അവർ ഇവരെ കൊണ്ട് എടുപ്പിക്കും. അന്നത്തെ ചെലവുണ്ട് 10,000, 2,000, 3,000 രൂപ കിട്ടും. അങ്ങനെ ഇപ്പൊ രാവിലെ ഒരു 5-4 മണി തൊട്ട് തുടങ്ങും. ഇത്രയും ദൂരം 2-3 കിലോമീറ്റർ ദൂരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ ബോഡി കിടക്കുന്നുണ്ടോ എന്ന് അറിയാം, എന്ന് വെച്ചാൽ ആ പൈസ കേട്ടാ. അങ്ങനെയുള്ള 2 പേര് അവർ അന്ന് അഡ്രസ്സും എല്ലാം എഴുതി എടുത്തിട്ടുണ്ട്. അവർ ഞങ്ങളാണ് ബോഡി കണ്ടത്. അവർ ഞങ്ങളോട് പറഞ്ഞു, ഇത് ഞങ്ങൾ ഒരുപാട് ബോഡി എടുത്തിട്ടുണ്ട്, ഇത് ഈ ട്രെയിൻ തട്ടിയതല്ല, ട്രെയിൻ തട്ടി ഇങ്ങനെ ഇരിക്കില്ല, ട്രെയിൻ തട്ടി ഒരിക്കലും. ആദ്യം അവർ പറഞ്ഞ് ഇവർ ക്രോസ് ചെയ്ത് പറയുമ്പോൾ ഗേറ്റ് ലോക്കായിരുന്നു പറഞ്ഞു, എന്നുവെച്ചാൽ ട്രെയിൻ പോകാൻ വേണ്ടി. അപ്പൊ ഈ CCTVയിൽ ഇവര് CCTV ക്യാമറാസേ എടുക്കുന്നില്ല. കാരണം വെച്ചാൽ 22 സെന്റർ അങ്ങോട്ട് ഉണ്ട്. അമ്മയുടെ നടക്കുന്ന അവിടെ നിന്ന് ഇടയ്ക്കൊന്ന് ഞങ്ങൾ നിന്ന് ഫോഴ്സ് ചെയ്തിട്ടാണ് തരുന്നത്. ഡെയിലി ഒരു 8 ദിവസം ഞങ്ങള് CCTV ദൃശ്യങ്ങൾ കിട്ടിയത്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. ഒരാഴ്ച ഫൈറ്റ് ചെയ്തിട്ടാണ് ഇവർ 2 എണ്ണം തന്നത്. അത് 2 ഇമ്പോർട്ടന്റ് ആയി. അത് ഇവർ തന്നില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഇത് വേണമെന്ന്. കാരണം അമ്മ പാസ് ഇറങ്ങുന്ന സ്ഥലം ഇവർ തരില്ല എന്ന് ഉറപ്പായി. ക്യാമറാസ് ഇവർ തരില്ല എന്ന് ഉറപ്പായി. നമ്മൾ 7 ദിവസം നടന്നപ്പോൾ മനസ്സിലായി. അപ്പൊ ഞാൻ ഇവരുടെ റിക്വസ്റ്റ് ചെയ്ത്, സാറ് എങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഈ ഇറങ്ങുന്ന അമ്മ ഇറങ്ങി എന്ന് പറയും വലിയ അവിടുത്തെ ക്യാമറ ഈ ബോഡി കിടന്നെന്ന് പറയുന്ന സ്ഥലത്ത് 2 എണ്ണം തരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവർ ആരുടെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് അവിടെ പോലീസിന്റെ അകമ്പടി കൂടി അവരുകൊണ്ട് തന്നിട്ട് ഇവരങ്ങ് പോയി. ഞങ്ങൾ വൈകുന്നേരം വരെ ഇരുന്ന് അവിടെ ഷോപ്പിൽ അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവർക്ക് തരാം, പോലീസിന്റെ പെർമിഷൻ തരാം. എന്നിട്ടാണ് ഇത് എടുക്കുന്നത്. ഈ എടുക്കുന്നതിൽ അമ്മ ഇറങ്ങുന്നത് കാണുന്നുണ്ട്, ഈ ബോഡിയുടെ സ്ഥലത്തേക്ക് വരുന്നില്ല. അപ്പൊ എത്തില്ല. ഇതിനിടയ്ക്കാണ് ഈ സർക്കിൾ ഇൻസ്പെക്ടറിന്റെ വീട്, 2 നില വീട് വാടകയ്ക്ക് എടുത്തിട്ടേക്കുക. അവിടെ രാത്രി കഞ്ചാവുകാരും ഈ വെള്ളം മടി അങ്ങനെ ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത, ആ സർക്കിളിന് പദവി സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഒരു വ്യക്തിയാണിത്. ഇവിടെ ക്യാമറാസ് ഉണ്ട്. ഇത് ഞങ്ങൾ ചോദിച്ചിട്ട് ഒരു കാരണവശാലും വീട്ടിലെ ക്യാമറ അല്ല, വീട്ടിലേക്ക് പോകുന്ന എന്നുവെച്ചാൽ അതിലെയാണ് അമ്മ വരുന്നത്. ഇവർ തന്നില്ല. അന്ന് ഞങ്ങൾ ഉറപ്പിച്ച് അന്ന് ബോഡി വെച്ചിരുന്നു അവിടെ. അതങ്ങനെയാണ് ഈ ബോഡി നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് നമ്മൾ അന്ന് ഇവര് തർക്കിച്ചു, ചിറയൻകീഴ് ഹോസ്പിറ്റലിൽ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് തർക്കിച്ചിട്ട് ഞങ്ങൾ സമ്മതിക്കാതെ അവിടെ ആർഗ്യൂ ആയി. അങ്ങനെ പ്രശ്നമായി. 5 മണിക്ക് റിലീസ് ചെയ്ത്. അപ്പം പിറ്റന്നെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു.
ശരിയെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് സംശയമാണ്. കാരണം വെച്ചാൽ ആൾക്കാരെല്ലാം പറഞ്ഞ് ഇത് അന്നത്തെ റിപ്പോർട്ട് ഇപ്പം തന്നെ ബോഡി കൊണ്ടുപോയി ആരാണ് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ നൈറ്റില് അറിയാൻ പറ്റും അതിന്റെ പിറ്റേന്ന് ആരെയാണ് ബോഡി പോസ്റ്റ്മോർട്ടം ഏത് ഡോക്ടർ അണ്ടറിലാണ്. അപ്പം ഇത് പവർ വെച്ചിട്ട് അവരുടെ അദ്ദേഹത്തിന്റെ ആ പവർ വെച്ചിട്ട് തിരുത്താൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് ഈ ബോഡി 9 ദിവസം വെച്ചല്ലോ. 9 ദിവസം വെച്ചിട്ട് ഇവർ റിപ്പോർട്ട് തരുന്നില്ല. 3 ദിവസം മുമ്പ് വരേണ്ട, അല്ലെങ്കിൽ മാക്സിമം ഒരു 7 ദിവസമെങ്കിലും എടുക്കേണ്ട റിപ്പോർട്ട്. 9ാമത്തെ ദിവസം റിപ്പോർട്ട് വരാത്തപ്പം ഞങ്ങൾ ചോദിച്ചെന്താണ് പറഞ്ഞു, ഓണവധിയാണ് ഇനിയും ലേറ്റ് ആകും. അങ്ങനെ പിന്നെ കൊണ്ടുവന്ന് പെട്ടിയിൽ അടക്കിയത് 24ാമത്തെ ദിവസമാണ് കിട്ടിയത്. പെട്ടിയിൽ അടക്കാനുള്ള കാരണം അന്ന് തന്നെ പെട്ടിയിൽ അടക്കാൻ എന്തായിരുന്നു കാരണം? പെട്ടിയിൽ അടക്കാനുള്ള കാരണം പറഞ്ഞില്ല, ഇങ്ങനെ ഈ ഇഷ്യൂ നടക്കുകയാണ്. അപ്പൊ ഇവരെ ഇനിയൊരു അന്വേഷണം പെട്ടിയിൽ നടക്കാം, ഇനിയൊരു റീപോസ്റ്റ്മോർട്ടം വേണം. കാരണം വെച്ചാൽ നമുക്ക് അടക്കം ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രൊസീജിയർ ഉണ്ടല്ലോ, കോർട്ടിൽ പോകണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ എന്തായാലും കുറച്ചെങ്കിലും ഞങ്ങൾ 3 മാസം പ്രതീക്ഷിച്ച, ഈ 2 വർഷമാണെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഇന്നലെ തന്നെ നമ്മൾ നസറുദ്ദീൻ സാർ ക്രൈംബ്രാഞ്ച് DSP പറഞ്ഞ് ചാൻസ് കുറവാണ്, റോപ്പൊക്കെ വാങ്ങിക്കാൻ വെറുതെ വെക്കാം, കാരണം വെച്ചാൽ അലിഞ്ഞിട്ടുണ്ടാവും, കാരണം വെച്ചാൽ മണ്ണുമായിട്ട് ഇതായിട്ടുണ്ട് ഡിസ്പോസ് ആയിട്ടുണ്ടാവും എന്ന് പറയും. പക്ഷെ ആ ബോഡി അതേപോലെ ഇരിപ്പുണ്ടായിരുന്നു, ചെറിയൊരു മമ്മി മോഡലിൽ ഇരിക്കുന്നു, ഉണങ്ങി ചോദിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നത്, ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പോഴും ഈ വരുന്ന വഴിക്ക് ഈ സഹോദരിനെ വിളിക്കുകയാണ് 6:47 വിളിച്ചപ്പോൾ എനിക്ക് ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ നിൽക്കുകയാണ്, അതൊക്കെ കാണുന്നുണ്ട്, CCTV കാണുന്നുണ്ട്, ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഓട്ടോറിക്ഷ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ നടക്കുകയാണെന്ന് പറഞ്ഞ് നടന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു 2 വീലർ 2 ഹെൽമെറ്റാണ് കൊണ്ട് അമ്മേനെ ക്രോസ് ചെയ്ത് അങ്ങ് നിർത്തി. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ നടന്നു വരുന്ന ഒരാള്, ഇത് വ്യക്തമായിട്ട് ഇത് കാണുന്നത് ഈ പോലീസിന്റെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഇത് കണ്ടാന്ന്. അവര് അതിനെ കുറിച്ചൊന്നും മറുപടി വന്നില്ല. അപ്പൊ പെട്ടെന്ന് ഒരാൾ നമ്മളൊരു ബൈക്ക് ഫ്രണ്ടിൽ കൊണ്ടു നിർത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ സ്ട്രക്ക് ആവും. ഇവരിങ്ങനെ നിൽക്കുന്നുണ്ട്, എന്നിട്ട് പിന്നെ അമ്മ ചലിക്കുന്നത് സ്ലോ ആണ്. അതിന്റെ മുമ്പിൽ 3 ക്യാമറ, സർവീസ് സഹകരണ ബാങ്ക്, പാലോട് സർവീസ് ബാങ്ക്, SBI, അതായത് ഒരു 3 ബാങ്ക്, ആ ക്യാമറ എടുത്തെങ്കിൽ ഇത് കിട്ടും. ഈ വിഷ്വൽസ് അടുത്ത ശേഷമുള്ളത് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈക്ക് വന്ന് നിലവിലില്ല. അപ്പൊ ഞങ്ങൾ ചെന്ന് ഇവരുടെ റിക്വസ്റ്റ് ചെയ്ത് കിട്ടാറുന്നില്ല. ഇന്ന് ഇത്രയും പോകേണ്ട കാര്യമല്ല, അപ്പൊ തന്നെ ഇനി അതിലൊന്നുമല്ല. ഇവർ പറഞ്ഞ പോലെ ആത്മഹത്യ എന്ന് വിചാരിച്ചു. അവിടെ വെച്ച് ഞങ്ങളെ സംശയം ക്ലിയർ ചെയ്ത് കൊടുത്താൽ ഇതാണ് നിങ്ങളുടെ സംഭവം. അല്ലെങ്കിൽ അത് കണ്ടില്ലെങ്കിൽ അടുത്ത ക്യാമറ, ഞാൻ ഈ പറഞ്ഞ ഒരുപാട് ക്യാമറ ഉണ്ട്, IOB ബാങ്ക്, അങ്ങനെ ഒരുപാട് ബാങ്ക് ക്യാമറ നമ്മുടെ സാഹചര്യത്തിൽ ക്യാമറ അവർ ഓഫ് ചെയ്തതാണ് എന്നാണ് നമ്മളിപ്പം കിട്ടുന്ന ഒരു അനുമാനം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സർക്കിൾ തന്നെ ഞാൻ പറഞ്ഞില്ല, ഓൺലൈൻ ചാനലിന്റെ അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ 4 ക്യാമറ ഉണ്ട് അമ്മേരെ ബോഡി കൊണ്ടിട്ടേക്കുന്ന സ്ഥലത്ത്. അവിടെ 4 ക്യാമറ വിട്ട് 1 ക്യാമറ ഇല്ല. അങ്ങനെ DGP ഓഫീസിൽ ഞങ്ങൾ ഈ കാര്യം പറഞ്ഞായിരുന്നു. ഇവർ 4 ക്യാമറ സർക്കിൾ പറഞ്ഞിട്ട് 1 ക്യാമറ ഇല്ലാതെ. അപ്പം SI അന്നൊരു സിംഗ് എന്ന് പറഞ്ഞ ഒരു SI ആണ് ഇത് ഇൻക്വസ്റ്റ് തയ്യാറാക്കി അന്നുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മാറ്റി സ്റ്റേഷനിൽ empty ആക്കി. എന്ന് വെച്ചാൽ 2 മാസം ചിറയൻകീഴ് സ്റ്റേഷനിൽ നമ്മൾ ഈ ബോഡി ഇവിടെ വെച്ചിട്ട് പോസ്റ്റ്മോർട്ടത്തിന്റെ റിസൾട്ട് നമുക്ക് ഡയറക്റ്റ് വാങ്ങാനായി അവിടെ ചെന്നപ്പോൾ ഇവിടെ നിങ്ങളെ അമ്മേരെ കേസ് അറ്റൻഡ് ചെയ്യുന്ന ആ SI ചേഞ്ച് ആയി പോയി, ഇനി പുതിയ SI വന്നിട്ട് ഒപ്പിടുക. അപ്പൊ സർക്കിൾ ഉണ്ടല്ലോ, സർക്കിളിന്റെ അണ്ടറിലല്ല ഈ കേസ്. അങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് കളിക്കുന്ന ഒരു ഇടപാട്. 2 മാസം കേസിൽ സ്റ്റേഷൻ ആളില്ല. ഈ പ്രസന്ന മർഡർ നടന്നില്ല, നമ്മൾ മർഡർ തന്നെയാണ് പറയുന്നത്. അതിപ്പം അന്ന് തൊട്ട് ഇങ്ങനെ തന്നെ പറയാം. അതിനുശേഷം ആ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതേ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ അദ്ദേഹത്തിനെ കഴക്കൂട്ടത്തേക്ക് മാറ്റി കളഞ്ഞു. പിന്നെ സ്റ്റേഷൻ empty, ASI മാത്രമേ, ASI വരെ ഞാൻ അറ്റൻഡ് ചെയ്യില്ല, SI ഇല്ല. അല്ലെങ്കിൽ സർക്കിളിനോട് ചോദിക്കുക, സർക്കിൾ പറയും എന്റെ അണ്ടറിലല്ല, SIയോട് ചോദിക്കുക. SI ഇല്ലാതെ SIയോട് ചോദിക്കുക. പല കാര്യങ്ങളും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. ഇവിടെ ഒരു മെമ്പർ, പരമേശ്വരൻ പറഞ്ഞൊരു മെമ്പറാണ് എല്ലാ കാര്യവും നമ്മുടെ കൂടെ വന്നിട്ടുള്ളത്. അദ്ദേഹം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ അദ്ദേഹത്തിന്റെ വൈഫാണ് ഇപ്പോഴത്തെ, അദ്ദേഹം കഴിഞ്ഞ പഞ്ചായത്തിന്റെ മെമ്പറായിരുന്നു, ഇപ്പൊ അതിന്റെ വൈഫാണ്. അപ്പൊ എന്നാലും കാര്യങ്ങൾക്കെല്ലാം വൈഫിന് വേണ്ടി ഇറങ്ങുന്നത് പുള്ളി തന്നെയാണ്. അപ്പൊ അദ്ദേഹമാണ് ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും ഹെൽപ്പായിട്ട് വന്നിട്ടുള്ളതായിരുന്നു. ഇനി ഒരു നീതി കിട്ടുമെന്ന് കരുതുന്നുണ്ടോ? കൃത്യമായിട്ടും നമ്മൾ വിശ്വസിക്കുന്നു. എന്തിനാത്തല്ല ഇന്നത്തെ ഈ സാഹചര്യം അനുസരിച്ച് ഈ ഇത്രയും ഇവർക്ക് കാണിക്കാണെങ്കിൽ ഒരു പോയിന്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോഴ് നീതി കിട്ടുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ ഈ സാഹചര്യം ഇത്രയും ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇത്രയും പ്രായം നമുക്ക് വല്ല അമ്മ ഉണ്ടാണല്ലോ, ഒരു സ്ത്രീയെ ഇങ്ങനെ കൊണ്ടുപോയി അവരെന്ത് മെന്റാലിറ്റി ഉള്ള ആൾക്കാർ, ഇത് ചെയ്താണോ ചെയ്യിപ്പിച്ച ആൾക്കാരാണ്, എന്ത് അവരുടെ മെന്റാലിറ്റി അറിയാമല്ലോ. അപ്പൊ അവർ എന്ത് അറ്റം വരെയും പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മളൊരു പോയിന്റ് ഇട്ടിട്ടുണ്ട്. 1% ഒരു കുറച്ച് ശതമാനം നമ്മൾ മാറ്റിയിട്ടുണ്ട്. അത് നമ്മൾ നമുക്കന്ന് കോർട്ടില് BA ആളൂർ സാറാണ് അഡ്വക്കേറ്റ്. നമ്മൾ BA ആളൂർ സാറിന് നന്ദി പറയണം. ഈ സമയത്ത് കാണിച്ചാൽ ഭയങ്കരമായിട്ട് നമുക്ക് ഇത് ഈ കേസിന് വേണ്ടി റിസ്ക് എടുത്ത് ബാധിച്ച് കാണിച്ചാൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഫുള്ളുണ്ട്, പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ടീവ് ഒരു കാര്യങ്ങളും ഇല്ല. എല്ലാ തെളിവുകളും അവർ നശിപ്പിച്ചു. കാരണം ഞങ്ങൾ ഇവിടെ മാൻ മിസ്സിംഗ് കേസിന് 8:45 രജിസ്റ്റർ ചെയ്യുമ്പോൾ അത്രയും നോക്കിയിട്ട് അവിടെ വിളിച്ച് ചിറങ്കീഴ് വിളിച്ച് അവിടെയല്ലേ സംഭവം നടന്നേക്കുന്നത്. അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ അണ്ടറിലല്ല, നിങ്ങൾ താമസിക്കുന്നത്, നിങ്ങൾ അമ്മ താമസിക്കുന്നത്, നിങ്ങളും താമസിക്കുന്നത് വെഞ്ഞാറമ്പുഴാണ്, അവിടെ പരാതി കൊടുക്കുക. അങ്ങനെ 174 മാത്രമേ അവർ ഇട്ടിട്ടുള്ളൂ. 170 മാൻ മിസ്സിംഗ് കേസ്. അത് പിന്നെ കോർട്ടാണ് ഓർഡർ ഇട്ടിട്ട് ക്രൈം നമ്പർ ഇടണമെന്ന് പറഞ്ഞു. അതുവരെ അത്ര ഒരു നീതി പോലും അവർ കാണിച്ചില്ല. ഇത് മനുഷ്യനല്ല മരിച്ചത്, ഏതോ ഒരു പട്ടി മരിച്ചുള്ള രീതിയിലാണ്. 174 1.5 വർഷത്തിന് ശേഷമാണ് നമ്പർ ഇട്ടത്.
174 എന്നും പറഞ്ഞ് ഇപ്പോഴും നമ്മൾ ആ ഓർഡർ എടുത്ത് തരുമ്പോഴത്തേക്ക് സാറിന് അറിയാൻ പറ്റും ക്രൈംബ്രാഞ്ചിന്റെ 174 ചേഞ്ച് ചെയ്തിട്ടാണ് ക്രൈം നമ്പർ ഇട്ടേക്കുന്നത്. അത് അത്ര പ്രാധാന്യം ഇവർ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. കാരണം മരിച്ചെന്ന് പോലും അവർക്ക് ഇതില്ല. കാരണം വെച്ചാൽ ആ ഒരു മിസ്സിംഗ് കേസ് അങ്ങനെ ഇരിക്കുന്നു. ഇവർ ഫോർവേഡ് അവർക്ക് കൊടുക്കുന്നു. എന്നിട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എന്ന എറണാകുളത്താണ്, സഹോദരി ഓരോ മണിക്കൂറും കോൺടാക്ട് ചെയ്ത് എന്തെങ്കിലും അമ്മയെ പോലും അറിഞ്ഞാൽ അവര്. എന്നിട്ട് രാവിലെ അവർക്ക് ബോഡി കിട്ടിയിട്ട് അതിൽ നമ്പർ ഉണ്ടായിരുന്നു. നല്ല മഴയത്താ അമ്മ പോകുന്നത്, കുടയും പിടിച്ചാ പോകുന്നത്. ആ CCTV വിഷ്വൽസ് ഒന്ന് കാണാൻ പറ്റും. ഈ കൂടെ കൊണ്ടുപോയി എല്ലാ സാധനങ്ങളും എത്ര പേപ്പർ ഉണ്ട് അമ്മയ്ക്ക്. അങ്ങനെ കുറെ കാര്യങ്ങൾ, കുറെ പേപ്പറും മൊബൈൽ നമ്പറും പേഴ്സിലും അവിടെ ഇവിടെയൊക്കെ വെക്കും. ഇതൊന്നും നനയാതെ ഇങ്ങനെ ഇരിക്കുക, സാരി ഒന്നും നനയാതെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ആ സാരിയുടെ ഒരു ചുളിവ് പോലും മാറാതെ. ആദ്യം ഇവർ പറഞ്ഞു ഈ റെയിൽവേ പാളം ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവ എങ്ങനെയോ ട്രെയിനിൽ കുരുങ്ങിയിട്ട് ആ ട്രെയിൻ ഈ 350 മീറ്റർ വലിച്ചു കൊണ്ട് പോയതാണെന്ന് പറഞ്ഞു. വലിച്ചുകൊണ്ട് പോയതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെ CCTV ദൃശ്യങ്ങൾ അവർക്ക് അറിയില്ലായിരുന്നു. നമ്മൾ ഇത്രയും ക്ലിയർ ആയിട്ട് 8 മണിക്കൂർ എന്ന് വെച്ചാൽ 5 മണി തൊട്ട്, അന്ന് 31 5 മണി തൊട്ട് രാത്രി 2 മണി വരെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള വിഷ്വൽ നോൺ സ്റ്റോപ്പ് ആയിട്ട് എടുത്തു. ഏത് 2 ക്യാമറ, ഒന്ന് അമ്മ ബോഡി കിടന്ന സ്ഥലത്താണ് മതി, ഇവർ പറയുന്ന സ്ഥലത്ത്. അങ്ങോട്ട് പോകേണ്ട ഒരു ചാൻസ് ഇല്ല, വേറെ വഴികളില്ല ഇത് പോകാൻ. ഈ ഒറ്റ വഴിയുള്ളൂ സഹോദരിയുടെ വീട്ടിൽ പോകാൻ. ഈ സ്ട്രെയിറ്റ് ഒരു വഴി, അത് ഈ ലെഫ്റ്റോട്ട് തിരിയുമ്പോഴത്തേക്ക് ബൈപ്പാസ്. ഈ ബൈപ്പാസിന്റെ അങ്ങ് 350 മീറ്റർ മേലാണ് ഇത് ബോഡി കിടക്കുന്നത്. അപ്പൊ ഇങ്ങോട്ടുള്ള ക്യാമറ, ഈ ക്യാമറയിലും അമ്മ വന്നിട്ടില്ല. അപ്പൊ ഈ കൊടയം പിടിച്ച് ഇറങ്ങിപ്പോയ വ്യക്തി, വലികട ഇറങ്ങിയ വ്യക്തി, ആ രണ്ടാമത്തെ ക്യാമറ അടുത്ത സർവീസ് സഹകരണ ബാങ്കിന്റെ ക്യാമറയിൽ കിട്ടും. അത് കഴിഞ്ഞില്ല 20 സെന്റർ കഴിഞ്ഞിട്ടാണ് ഈ വരുന്ന നമ്മളെ ഈ രണ്ടാമത്തെ ക്യാമറ വരെ തന്നിട്ടുള്ളത്. അതിനിടയ്ക്ക് ഒരു 10-15ഓളം ക്യാമറ ഉണ്ട്. ഏതെങ്കിലും ഒരു ക്യാമറ പിടിച്ചാൽ ഇവര് എവിടം വരെ പോയെന്ന് അറിയാൻ പറ്റുമായിരുന്നു. ഒറ്റ ക്യാമറ മതി. ഞങ്ങളൊരു കാല് പിടിച്ച് പറഞ്ഞു. അപ്പൊ ഞങ്ങളെ സംശയമാണ്, നിങ്ങൾ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് കാണിച്ചാൽ ഇവര് തന്നില്ല. ഇവര് വിഴച്ചിഴച്ചിഴച്ച് ഇതിന്റെ ബാക്കപ്പ് പോവാൻ. എന്നിട്ട് ലാസ്റ്റിൽ 6 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു ഓർഡർ ഇട്ട് ആറ്റിങ്ങ DSP ഇതിങ്ങനെ CCTV. അപ്പൊ ഇവര് പറഞ്ഞു അതിന്റെ ബാക്കപ്പ് എല്ലാം പോയത്. ഇവര് ലക്ഷ്യം ഇതാണ്, സമയം എഴച്ച് കൊണ്ടുപോവുക, അതിന്റെ ബാക്കപ്പ് മാക്സിമം ഡിലേ ആക്കുക. എന്നിട്ട് പറയണം അതിന്റെ പോയി ഇനിയൊക്കെ ബുദ്ധിമുട്ടാണതൊക്കെ എടുക്കാനൊക്കെ 1 ആഴ്ചയേ ഉള്ളൂ, 1 മാസമേ ഉള്ളൂ അതിന്റെ കപ്പാസിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് പല അപ്പൊ പക്ഷെ ഈ ഒരു ക്യാമറ ഇത്രയും ലെങ്തിൽ നമ്മൾ എടുക്കുന്ന ഇവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. കാരണം ഈ വരുന്നതിൽ അമ്മ വന്നിട്ട് ആ കൊടയം പിടിച്ചു. ഇനി അമ്മ വണ്ടിയിലാണ് പോയെങ്കിൽ അവിടെ എന്തിനു പോകണം? പോലീസിന്റെ അനാസ്ഥ പോലീസ് ആർക്കു വേണ്ടി ഹെൽപ്പ് ചെയ്തു. പ്രധാനമായിട്ട് ഈ സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് വെച്ചാൽ നല്ലൊരു പവറുള്ള ആളാണ്. കാരണം വെച്ചാൽ അതിന്റെ റാങ്ക് മറികടന്ന് കാണിച്ചാൽ പെട്ടെന്ന് SI നിന്ന് SI ആയി. SI നിന്ന് പെട്ടെന്ന് ബാക്കിയുള്ള റാങ്ക് മേളിലുള്ള റാങ്ക് ഉണ്ട്, അവരെയൊക്കെ മറികടന്നാണ് സർക്കിൾ ആവുന്നത്. ഇപ്പൊ പ്രൊമോഷൻ ആയിരുന്നാണ് DSP ആയിട്ട് ആറ്റിങ്ങൽ കൊണ്ടാണ് കേട്ടത്. പക്ഷെ ഇപ്പൊ ഈ കേസിന്റെ ഭാഗമാണ് ചേഞ്ച് ചെയ്ത് ഡീഗ്രേഡ് ചെയ്ത്, അങ്ങനെയാണ് ചേഞ്ച് ആയിപ്പോയത്. അല്ലെങ്കിൽ DSP ആയിരുന്നു. DSP ആയിട്ട് പ്രൊമോട്ട് ആയിട്ട് ഇരിക്കുകയാണ്, പേപ്പർ ആയിട്ട് DSP ആയിട്ട് വിലസാനം പറഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ്. എന്തിനാണെങ്കിലും നീതി കിട്ടും. ആ സാർ. അമ്മ ആത്മഹത്യ ചെയ്യുന്ന മൈൻഡുള്ള ഒരാളല്ല. കാരണം ഞങ്ങൾ 2 മക്കളും മരിച്ചെന്ന് കേട്ടാൽ പോലും അമ്മ ആത്മഹത്യ ചെയ്താൽ ഞങ്ങൾക്ക് മക്കൾക്ക് മാത്രം, അമ്മയുടെ ബന്ധുക്കൾക്ക് അറിയാവുന്ന ഒരു കേസിന് ഒരുപാട് ജീവിതം ത്യാഗം സഹിച്ചു വന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല അമ്മയ്ക്ക്. അമ്മ ജീവിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഒട്ടും ചെയ്യേണ്ട. അമ്മ ദൈവത്തിന് ഒരുപാട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി, അമ്മ പറയാറുണ്ട്, ഞാൻ എന്തിനും ദൈവത്തിന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അത് ഞങ്ങളെയും പഠിപ്പിച്ച് അങ്ങനെയാണ് തന്നിരിക്കുന്നത്. ആ ഒരു വ്യക്തി ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. ഞങ്ങളെ ഫാമിലിയിൽ അറിയാവുന്ന കാര്യമാണ്. അത് മാത്രമല്ല, എനിക്കും എൻ്റെ മക്കൾക്കും ഞങ്ങളെ സേവ് ചെയ്യാൻ വന്നതാണ് അമ്മ. അങ്ങനെ വന്ന അമ്മ അവിടെ ഒന്ന് ആത്മഹത്യ ചെയ്യാനല്ല വന്നത്, ഞങ്ങളെ എൻ്റെ മക്കളെയും സുരക്ഷിതമാക്കാൻ വന്നതാണ്. അപ്പം അത് ഒരു കാര്യം. അതേപോലെ തന്നെ നമുക്ക് ബോഡി കിടന്ന, ഈ പറഞ്ഞ മാതിരി ബോഡി കിടന്നതും ഞങ്ങൾ പോലീസിൻ്റെ ഞങ്ങളുള്ള ഇടപെടലും നോക്കുമ്പോൾ ഇതിൽ ദുരൂഹതയുണ്ട്. ദുരൂഹതയെന്ന് വെച്ചാൽ ഒരുപാട് ദുരൂഹതയുള്ള ഒരു കാര്യങ്ങളാണ്. എനിക്കും എൻ്റെ സഹോദരനും തെളിഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലുണ്ട്. പക്ഷെ അത് നമുക്ക് കൊണ്ടുവന്ന് പുറത്ത്, ഇത് നിയമം തന്നെയാണ് അത് എടുക്കേണ്ടത്. ഞങ്ങൾക്ക് മനുഷ്യരായിട്ടുള്ള ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കും, അതായത് അമ്മയുടെ ബോഡി ഇതിലുള്ള സാധനങ്ങൾ എൻ്റെ കുട്ടിയൊക്കെ കൊണ്ടുവന്ന സർവത്ര സാധനങ്ങളും അമ്മയുടെ കയ്യിലുണ്ട്. ഈ ഫോണിൻ്റെ ബാറ്ററി ഒഴികെയുള്ള എല്ലാ കാര്യങ്ങളും
അമ്മയുടെ ദേഹത്തുനിന്നുള്ള ആഭരണങ്ങളോ പൈസയോ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എൻ്റെ മകനും ഫ്രണ്ട്സുകളും അതേപോലെ ഇവിടെ നിന്നുള്ള ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ കൂടി വന്ന് അവിടെ അന്വേഷിച്ചിട്ട് അവിടെ എങ്ങും കാണാത്ത ബോഡി രാവിലെ എങ്ങനെ വന്നു? അത് മാത്രമല്ല ഞങ്ങളല്ലേ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഞങ്ങളുടെ അമ്മയുടെ ബോഡി ഇത് പോലീസ് തന്നെ തീരുമാനം എടുത്ത് നിങ്ങളുടെ അമ്മയുടെ ബോഡി ഇട്ടിട്ടുണ്ട് വന്നോളെ. അപ്പൊ അവിടെ അറിയാം ഈ ബോഡിയെ ഇന്ന ആളാണ് മരണപ്പെട്ട് എന്നുള്ളത് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ആൾ അവിടെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് അവർ തന്നെ ഐഡന്റിഫൈ ചെയ്തത്. അല്ലെങ്കിൽ നമ്മളാണ് ചെയ്യുന്നത്. ഞാനോ എൻ്റെ സഹോദരനോ അച്ഛനോ ഒക്കെ ചെന്ന് വേണ്ട അത് ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ദുരൂഹതകൾ ഒരുപാട് നമുക്കുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ പറയാൻ നിന്ന അവര് തെളിവ് നശിപ്പിച്ചു. പക്ഷെ നമ്മൾ പോയി അന്വേഷിച്ചതിൽ നിന്ന് എൻ്റെ സഹോദരൻ പോയെന്ന് ഒരുപാട് ചെറിയ പോയിന്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഹെഡ് ഇഞ്ചറിയും ചെസ്റ്റ് ഇഞ്ചറിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ട്രെയിൻ 2 സ്ഥലത്തും തട്ടുമ്പോഴത്തേക്ക് എങ്ങനെ പോയിരുന്നാലും ഒരു കൈയെങ്കിലും തെറിച്ചു പോകും. ഇത് ബോഡിക്ക് യാതൊരു കുഴപ്പവും വന്നിട്ടില്ല. അത് മാത്രമല്ല ഈ കയ്യിൽ തൂക്കിയിരിക്കുന്ന കവറുകൾ അമ്മ കുട പിടിച്ചാണ് പോകുന്നത്. ഈ കുടയെല്ലാം മടക്കി നല്ല സേഫായിട്ട് തന്നെ എല്ലാം വെച്ചിട്ടുണ്ട്. യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഇപ്പം ഞങ്ങൾ മക്കൾക്ക് ഇതിൽ കൂടുതൽ സംശയങ്ങൾ വരേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പോലീസിൽ നിന്നും നീതി കിട്ടൂല എന്ന് ഉറപ്പുള്ളത്. നിങ്ങൾ 7 ദിവസം ഗോകുലം പോസ്റ്റ്മോർട്ടം നടന്നതിന് ശേഷം റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ 65 വയസ്സായി ദഹനം നടത്തണമെന്ന് ബന്ധുക്കളെല്ലാവരും പറഞ്ഞതുകൊണ്ട് 7 ദിവസം ഞങ്ങൾ ബോഡി വെച്ചിരുന്നു, ഫ്രീസറിൽ വെച്ചിരുന്നിട്ട് പോലും ഇവരെ പോസ്റ്റ്മോർട്ടം നമുക്ക് തന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ നമുക്ക് മനസ്സിലായി ഇത് കേസ് തേച്ച് മാച്ച് കളയുക. കാരണം എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ മരിച്ചു ആണ് അറിയുന്നത്. അത് ഈ 18 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നപ്പം ഒരു മകൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഭർത്താവിനെ അറിയിച്ചിട്ടില്ല, മരിച്ചിട്ട് അറിയിച്ചിട്ടില്ല. പറഞ്ഞ മാതിരി ബോഡിയൊക്കെ വേറെ അതൊരു ദുരൂഹതയാണ്. പക്ഷെ ഈ സ്വന്തം മകള് തന്നെ അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് കത്തിച്ച് കളയുമ്പോൾ പിന്നെ ഒന്നും നമുക്ക് വാദിക്കാൻ പറ്റില്ലല്ലോ. അപ്പം മകൻ ഗൾഫിൽ നിൽക്കുകയാണ്. മകൻ അറിയിച്ചിട്ടില്ല. മകൻ വരാനായിട്ട് എല്ലാം സെറ്റപ്പ് ചെയ്ത് എല്ലാം റെഡി ആയപ്പോഴത്തേക്ക് ഇവിടെ ചാമ്പലായി കഴിഞ്ഞു. പിന്നെ അദ്ദേഹത്തിന് വരാൻ പറ്റൂല. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ അതേ ദുരൂഹതയായിട്ട് ഇരിക്കുക അമ്മ എൻ്റെ സഹോദരനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അവള് കൊന്നു വന്നതാണ്, അച്ഛനെ കൊണ്ടുവന്നതാണ്. ശ്രീജ കൊല്ലും എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. കാരണം ഈ അച്ഛനെ അമ്മയെ ഒരുപാട് അവൾ വീട്ടിനകത്തിട്ട് കഷ്ടപ്പെടുത്തി. പക്ഷെ സമൂഹത്തിന്റെ മുന്നിൽ മകൾ അന്വേഷിക്കുന്ന എന്നൊരു പേരാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഉള്ളിൽ ഒരുപാട് ദുഃഖങ്ങൾ ആ അച്ഛനും അമ്മയും അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഈ മകൻ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷമാണ് കണ്ടുപിടിച്ചത്. അപ്പൊ അതേ ഒരു ദുരൂഹത മരണമാണ്. അതിന്റെ 3-ാണ് എൻ്റെ അമ്മ അവിടെ വന്ന് തന്നെയാണ് മരണപ്പെടുന്നത്. അപ്പൊ പിന്നെ നമുക്കിത് സംശയിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഇനി വേറൊരു കാര്യം എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയുണ്ട്. അമ്മ മരിച്ചിട്ട് ഇപ്പൊ 6 മാസത്തോളമായി. അവര് ഒരേ കിടന്ന് ഇരിക്കുകയാണ്. അതുവരെയും കിടക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഈ പിന്നെ പോലീസിന്റെ റിപ്പോർട്ടിൽ നിന്ന് ശരിയായ അന്വേഷണം വന്നില്ല. പോലീസിന്റെ ഭാഗത്തു നിന്ന് ശരിയായ അന്വേഷണം വരാതിരുന്നപ്പോഴത്തേക്ക് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം ഇട്ട് ആദ്യം ഓർഡർ വന്നത് കേരള പോലീസ് ഈ പ്രസന്ന മർഡർ അന്വേഷിക്കേണ്ട. ഈ ഓർഡർ കിട്ടുന്നതിന്റെ ഇന്ന് 3 മണിക്ക് ഓർഡർ കിട്ടുവാണെങ്കിൽ അതിന്റെ പിറ്റെന്നാണ് എൻ്റെ ഹസ്ബൻഡിന്റെ അമ്മ രാത്രി 9 മണിക്ക് മരിക്കുന്നത്. അതിന് അത് നമ്മൾ ഇതുവരെയും പുറത്ത് പറയാത്തൊരു കാര്യമാണ്. അതിനും നമുക്ക് ദുരൂഹതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ 1 വർഷം കൊണ്ട് കിടപ്പിൽ മരിക്കാൻ കിടക്കുന്ന ഒരു അമ്മേനെ എടുത്ത് എന്തായാലും ചെറിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല മരണപ്പെടാൻ. അത് അവർക്ക് തന്നെ അടുത്തുള്ള പഞ്ചായത്ത് മെമ്പറെയോ ആശാ വർക്കറെയോ ഒക്കെ വിളിച്ചിട്ട് അത് സ്ഥിരീകരിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഈ മകൾ, നമ്മൾ ഉന്നയിക്കുന്ന ശ്രീജ എന്ന് പറയുന്ന വ്യക്തി ലാബ് ടെക്നീഷ്യൻ പഠിച്ച ഒരു വ്യക്തിയാണ്. അവരുടെ മകൻ BSc നഴ്സ് പഠിച്ച് പാസ്സായി നിൽക്കുന്നതാണ്. അവർക്ക് തന്നെ ഇത് സ്ഥിരീകരിക്കാം. പിന്നെ പോരാത്തതിന് ഈ പറഞ്ഞ കണക്ക് എന്നിട്ട് അവർ അറിഞ്ഞു വെച്ചും കൊണ്ട് ഈ ബോഡി എടുത്ത് ഇവർ ചിറയൻകീഴ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ആ നാടും മൊത്തത്തിൽ പരസ്യം ചെയ്തത് എൻ്റെ ഹസ്ബൻഡ് കേസ് കൊടുത്തു, എൻ്റെ അമ്മയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നുള്ളത്. ഞങ്ങളിത് മനസ്സാവാച അറിയാത്ത കാര്യങ്ങളാണ്. അവിടെ നിന്ന് വാർഡ് മെമ്പർ വിളിക്കുമ്പോഴാണ് ഈ അമ്മ മരിച്ചെന്ന് പോലും കേൾക്കുന്നത്. ശ്രീജു നീ വന്നിട്ടു, അവരുടെ അടുത്ത് ഈ മകൾ പറഞ്ഞതേ അവർക്കറിയുള്ളൂ. അപ്പൊ അതിലൊരു ദുരൂഹതയുണ്ട്. കാരണം ഈ അമ്മ ഒരു സാക്ഷിയാണ്. അമ്മയ്ക്ക് മകനോട് സ്നേഹമുണ്ട്. പക്ഷെ ഈ മകളെ കരുതി ഇതൊന്നും പുറത്തുവിടും. ഈ അമ്മയ്ക്കറിയാം അച്ഛൻ എങ്ങനെ മരിച്ചെന്നും എൻ്റെ അമ്മ എങ്ങനെ മരിച്ചെന്നും ഒക്കെ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് അറിയാൻ പറ്റും. പക്ഷെ അവർക്ക് പ്രതികരിക്കാൻ പറ്റില്ല. അവരുടെ അടിമയാണ്. അപ്പൊ അവർ പലരുടെയും പറയുന്നുണ്ട് എൻ്റെ മകനും മരുമകളും തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അവർ കേസ് കൊടുത്തത് ഞങ്ങളുടെ പേരിനാണ്. ഈ മകളുടെ ഈ ശ്രീജയെക്കാളും ഒക്കെ മുന്നിൽ നിൽക്കുന്ന വിശാഖി എന്ന് പറയും. ഇതാണ് ഒരു ഒളിഞ്ഞിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഈ കഥാപാത്രമാണ് ഇനി പുറത്ത് വരേണ്ടത്. ഈ കഥാപാത്രമാണ് യഥാർത്ഥത്തിൽ ഈ സർക്കിളുമായിട്ടുള്ള
ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വിശാഖി എന്ന് പറയുന്ന ആൾ പുറകെ ഒളിഞ്ഞിരിക്കുകയാണ്. പക്ഷെ രംഗത്ത് ഈ മകളാണ് വന്നിരിക്കുന്നത്. കാരണം അവർക്ക് അച്ഛൻ്റെ അമ്മേരെയും സ്വത്തും അവരുടെ കാര്യങ്ങളൊക്കെ മകൾക്കും മകനുമല്ലേ പുറത്തു വരാൻ പറ്റുള്ളൂ. അപ്പൊ ഈ വിശാഖി എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ പുറകെ ഒളിഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു ദുരൂഹത എന്താണെന്നുള്ളത് നമ്മളിതെല്ലാം പുറത്തു വരണം. ഇതിലെല്ലാം ദുരൂഹതയാണ്, നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അതായത് ഈ ഓർഡർ വരുന്നതിന്റെ പിറ്റേ ദിവസം 9 മണിക്ക് അമ്മ മരിക്കുകയാണ്. കാരണം ആകെ ഒരു സാക്ഷി അവരുണ്ട്. അവരൊക്കെ അവസാനം അവർ പറയുന്നുണ്ട്, എൻ്റെ മരുമകളും മകനും ഒന്നും ഒരു തെറ്റും ചെയ്തില്ല, എനിക്ക് അവരെ കാണണം. പക്ഷെ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാനോ അവരെ കാണാനോ പറ്റത്തില്ല. ആ ഒരു സാഹചര്യം. കാരണം എൻ്റെ ഹസ്ബൻഡിന് കൊട്ടേഷൻ കൊടുത്തു ആദ്യം, നിങ്ങളെ എൻ്റെ സ്വന്തം സഹോദരന്, നിന്നെ എൻ്റെ പിള്ളേരെ ഞങ്ങൾ ഇറക്കിയിട്ട് നിന്നെ കാല് വെട്ടിയിട്ട് നിന്നെ കാണത്തില്ല, നിന്റെ ജീവൻ കാണത്തില്ല. പക്ഷെ അന്നൊന്നും നമ്മളതൊരു കാര്യമായിട്ട് എടുത്തില്ല. അപ്പൊ കൂടെ നിന്ന അവരുടെ മരണത്തിന് മുന്നേ ഈ സ്വത്ത് തർക്കം വന്നപ്പോൾ തന്നെ അപ്പൊ അന്നൊക്കെ നമ്മൾ ഈ കൂടെ നിന്ന ബന്ധുക്കൾ തന്നെ പറഞ്ഞു, പിന്നെ നീ എന്താ വെച്ചാൽ അങ്ങനെ ഒരു വഴക്ക് കൂടിയപ്പം വായിന്ന് വീണു. പക്ഷെ ഈ അച്ഛന്റെ മരണം തൊട്ട് അതൊരു കൊലപാതകമാണെന്നും അത് അന്വേഷിക്കണം. ഇതിന്റെ പിറകെ വരുമ്പോൾ അതും അന്വേഷണം ഉണ്ടാവും. അതിന്റെ വൈരാഗ്യമാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ അമ്മയും അതുപോലെ ആയിരിക്കാം. പക്ഷെ അത് നമ്മൾ അത് ഒരു വിഷയമായിട്ട് എടുത്തിട്ടില്ല. അങ്ങനെ ഇത് എന്നുവെച്ചാൽ ഈ എൻ്റെ അമ്മ മരിക്കണേന്ന് കൂടത്തായി ജോളി, ഞാൻ കൂടത്തായി ജോളി. അപ്പൊ ആ കഥ അറിയാലോ. അപ്പൊ മരണങ്ങൾ ഇനിയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1 വർഷത്തിനുള്ളിൽ 3 മരണം കഴിഞ്ഞു. അത് ഈ വിശാഖി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്, ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്ന. അങ്ങനെയാണെങ്കിൽ അവർ ഉദ്ദേശിച്ചത് കറക്റ്റാണ്. കൂടത്തായി എന്നുള്ളൊരു മരണം 3 എണ്ണം നടന്നു കഴിഞ്ഞു. അപ്പൊ ഇനിയും ഉണ്ട്. കാരണം എൻ്റെ ഹസ്ബൻഡിനെ അവിടെ പലരെയും കൊണ്ട് അങ്ങോട്ട് വിളിപ്പിക്കുന്നു, നീ വരണം, അവിടെ വന്ന് താമസിക്കും. കാരണം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിനെയും ഇനി കൊല്ലണം എന്നൊരു വാശി അവരിയ്ക്കുകയാണ്. മരണം കഴിഞ്ഞ് ഇങ്ങ് 2 വർഷം കഴിഞ്ഞിട്ടും ഇന്നും അവർ നീതിക്കായി പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ നിമിഷം വരെ അവർക്ക് നീതി കിട്ടിയിട്ടില്ല എന്നതാണ് വാസ്തവം. ഇത് ആരുടെ അനാസ്ഥയാണ് എന്ന് ചോദിച്ചാൽ അത് സർക്കാരിന്റെയും കേരള പോലീസിന്റെയും തന്നെയാണ്. ഭാവിയിലെങ്കിലും അവർക്ക് നീതി കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ക്യാമറമാൻ സുധീഷ് വെള്ളാഞ്ചിറയ്ക്കും സാരഥി അരുണിനുമൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ, സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.